Hola guys, welcome back to my YouTube channel. So ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ പരിപാടികൾ നമ്മൾ ഒരുമിച്ചിട്ട് ഒന്ന് merge ചെയ്തിട്ട് ഇടാം കേട്ടോ, ബിക്കോസ് എക്സ്ക്യൂസസ് ഇല്ല. സോ നിങ്ങൾ ഈ ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിരുന്നു. എല്ലാ ആനിവേഴ്സറി അല്ലെങ്കിൽ എല്ലാ ഒക്കേഷൻസിലും നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാറുണ്ട്. ഒരു ബ്ലെസ്സിങ്, ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഒരു സുഖമുള്ള ഏർപ്പാടാണല്ലോ. അപ്പോൾ അമ്മയും അച്ഛനും മോളും കൂടിയിട്ട് അത്യാവശ്യം മാച്ചിങ് ആയ ഒരു കളർ കോർഡിനേഷനൊക്കെ നോക്കിയിട്ട് നമ്മളിതാ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനിവേഴ്സറി അങ്ങനെ നമ്മളുടെ വലിയ രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. ചില സമയത്തൊക്കെ വെൻ നിത്തിൻ ഇസ് ഓഫ് അല്ലെങ്കിൽ വീക്കെൻഡൊക്കെ ആണെങ്കിൽ വി വുഡ് ഗോ ഫോർ സ്റ്റേക്കേഷൻ എന്നോ. പക്ഷേ ഇപ്രാവശ്യം അത് നടന്നില്ല. സോ നമ്മൾ വീട്ടിൽ തന്നെ ഒരു ചിന്ന ആനിവേഴ്സറി ഫ്രണ്ട്സൊക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്തത്. അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. സോ സമാധാനമായിട്ട് തൊഴാൻ പറ്റി. ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. നമ്മൾ എന്തിനാ ഇവിടെ വന്നു? ഫുഡ് ഫെസ്റ്റിവൽ ഐറ്റംസ് ഒക്കെ വൈകുന്നേരമാണെന്ന് തോന്നുന്നു. ഒരു വട സാമ്പാർ 7 കൊല്ലത്തിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയാനുണ്ടോ? പറ്റിപ്പോയി. അത്രേ ഉള്ളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹൈലൈറ്റ് മോളിലോട്ടൊക്കെ വിട്ടു കേട്ടോ. കുറേ കാലമായി നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട്, കാരണം നിതിൻ തന്നെയാണല്ലോ നമ്മളുടെ ഫോട്ടോഗ്രാഫർ. അപ്പോൾ വല്ലപ്പോഴേ നമ്മൾ 3 പേരുള്ളൊരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ കിട്ടുള്ളൂ. സോ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു യാരക്കുട്ടിയും ഷീ ഈസ് ഗെറ്റിംഗ് ബിഗ്, ലൈക്ക് ഡേ ബൈ ഡേ നോക്കുമ്പോൾ യാര ഇസ് ഗ്രോയിങ് അപ്പ് സോ ഫാസ്റ്റ്. So before we miss her tiny cutenesses, we really thought of taking a family pic. അങ്ങനെ അതും നടന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ വി തോട്ട് ഓഫ് ജസ്റ്റ് സെലിബ്രേഷൻ ഒന്നും പറയാനില്ല കേട്ടോ. നമ്മളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട്, ഇതിൽ ഒരാൾ നിത്തിൻ്റെ ഫ്രണ്ട് ഫ്രം പാലക്കാട് കേട്ടോ. മൂപ്പര ഒരു ആവശ്യത്തിന് കോഴിക്കോട് വന്നപ്പോൾ നല്ല ടൈമൊക്കെ ആയിപ്പോയി. സോ നമ്മളെല്ലാവരും കൂടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് യാരക്കുട്ടി, പുതുത്തും യാരവും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഒരു ചിന്ന എന്താ പറയുക ഡിന്നർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഈസി ആൻഡ് സിമ്പിളായിട്ട് ഫിനിഷാക്കി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഫ്ലാറ്റിൽ ഓണത്തിൻ്റെ പരിപാടി സ്റ്റാർട്ട് ആവാറായി. അപ്പോൾ ഇത് തലേന്ന് അവിടെ മക്കളും നമ്മളൊക്കെ കൂടെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സ്റ്റേജ് റിഹേഴ്സലിലൊക്കെ പറയാം. അവിടെ ഒരു ഭാഗത്ത് റിഹേഴ്സൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, മറ്റേ ഭാഗത്ത് മെഗാ പൂക്കളത്തിൽ കുറേ ലേഡീസ് ഇരുന്നിട്ട് പൂക്കൾ ഇടുന്നുണ്ടായിരുന്നു. സോ ഇതൊരു അടിപൊളി ഇവൻ്റാണ് ഇവിടുത്തെ. നമ്മളെ കുറേ പേരൊക്കെ കൂടിയിട്ടുള്ള ഒരു കുട്ടി ഓണ സെലിബ്രേഷൻ ഇതാട്ടോ. നമ്മളെ മെഗാ പൂക്കളം കുറേ പേര് ഇരുന്നിട്ട് കഷ്ടപ്പെട്ട് 3-4 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് കളർ കോർഡിനേഷനും എന്താ ഡിസൈനിങ്ങും ഒക്കെ ചെയ്തിട്ട് എല്ലാവരും മക്കളും ലേഡീസും എല്ലാവരും കൂടിയിട്ട്, ആണുങ്ങളുണ്ടായോ സംശയമാണ്, പക്ഷേ ബാക്കി എല്ലാവരും കൂടിയിട്ട് ഇട്ടിട്ട് ഒരു അടിപൊളി പൂക്കളാട്ടോ ഉണ്ടാക്കിയത്. ഇങ്ങനെ നമ്മളെ മെട്രോ മാക്സ് ഹൈലൈറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് കോഴിക്കോടിൽ ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ടായി. ആദ്യം തന്നെ ഒരു അടിപൊളി മേളം, പിന്നെ തിരുവാതിര, പിന്നെ മക്കളെ ഡാൻസ്, ആണുങ്ങളെ ഡാൻസ്, ലേഡീസിൻ്റെ ഡാൻസ്, അങ്ങനെ കുറേ പരിപാടികളും അടിപൊളി സദ്യയൊക്കെ ആയിട്ടായിരുന്നു ഇവൻറ്റ്. അപ്പം ഞാൻ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടാട്ടോ എനിക്ക് എടുത്തത്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
ഫ്ലാറ്റത്തെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ വിട്ടത് പാലക്കാടോട്ടേക്കാട്ടോ. നെത്തിൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ തിരുവോണം സെലിബ്രേറ്റ് ചെയ്തത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മാദേവർ വർക്കും. ഞാൻ എൻ്റെ നാട്ടിൽ കണ്ണൂർ അങ്ങോട്ടേക്കൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ തന്നെ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അമ്മയാണെങ്കിലും യാരക്കുട്ടി ചെറുതാണ്, അവൾ ഇതൊക്കെ കാണണം അറിയണം എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാരണം ഷീ ഈസ് ഓൾസോ ഗെറ്റിംഗ് ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി 3 നേരം വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ ദൈവത്തിന് മാവേലിക്ക് നമ്മൾ ഓഫർ ചെയ്തിട്ടാണ് നമ്മളെ ഫുഡ് കഴിക്കുക. രാവിലെ ഉണ്ടാവും, ഉച്ചക്ക് ഉണ്ടാവും, വൈകുന്നേരം ഉണ്ടാവും. ആ ഒരു പൂജ ഫുള്ള് അമ്മയായിരുന്നു നമ്മൾ പോകുന്നവരെ ചെയ്തിട്ടുണ്ടായത്. പിന്നെ യാരക്കുട്ടി എത്തിയതിന് ശേഷം അമ്മ യാരക്കുട്ടീനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു. നമ്മൾ എന്താണോ എന്തൊക്കെയോ പെർട്ടിക്കുലർ ആയിട്ടുള്ള അതേ പൂജയ്ക്ക് കൊടുക്കുള്ളൂ കേട്ടോ.
അതേപോലെ എന്തൊക്കെയോ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ ബാക്കിൽ, എനിക്ക് ഇൻ ഡീറ്റെയിൽ ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മാത്രമല്ല യാരക്കുട്ടിക്കും, ബിക്കോസ് അവളും ഫസ്റ്റ് ടൈം പൂജ ചെയ്യാണ്. അവളും നല്ല ഇങ്ങനെ കുളിച്ച് വൃത്തിയായി നീറ്റായി ഇരുന്ന് അമ്മ എന്തൊക്കെ പറയുന്നു, എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നു, ഓഫറിങ്സ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അതൊക്കെ അവൾ ഫോളോ ചെയ്തിട്ട് ആദ്യത്തെ 2 ദിവസം കുറച്ചൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. പിന്നെ അവൾ ചെയ്ത് വന്നപ്പം ഷീ സ്റ്റാർട്ട് ഗെറ്റിംഗ് ആൻ ഐഡിയ ഓഫ് വാട്ട് ഇസ് ടു ബി ഡൺ. പക്ഷെ അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നമ്മളൊരു 3 ദിവസം യാരക്കുട്ടി തന്നെയായിരുന്നു പൂജ ചെയ്തിട്ടുണ്ടായത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നേ മാതേറിന് നമ്മൾ ഇങ്ങനെ ഓഫറിങ്സ് കൊടുക്കണം. അതിന് ശേഷമേ നമ്മൾ ഫുഡ് കഴിക്കൂ. ഓണത്തിൻ്റെ തിരുവോണം കഴിഞ്ഞിട്ടും 2 ദിവസം ഇങ്ങനെ വെച്ചിട്ട് ഈ മണ്ണിനെ കൊണ്ടുണ്ടാക്കിയ തൃക്കാർക്കരപ്പനൊക്കെ അമ്മ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യുക. അപ്പം അമ്മ പറഞ്ഞു നമ്മളെ തെങ്ങിൻ്റെ അവിടെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴൊക്കെ അത് താനെ അലിഞ്ഞ് പോയിക്കോളും, ഒന്നും ചെയ്യാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സംഭവമായിരുന്നു. അപ്പം അവിടെ ഇത് തിരുവോണ തലേന്നാണ്. അവിടെ ഇച്ചുൻ്റെ കസിൻസ്, അമ്മായി, മേമ, വല്യമ്മമാർ എല്ലാവരും ഉണ്ടായിരുന്നു, അമ്മമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ അമ്മയും യാരക്കുട്ടിയും മേമയും മേമേൻ്റെ മോനൊക്കെ കൂടിയിട്ട് ചെറുതായിട്ട് അവരുടെ രീതിയിലൊരു തിരുവാതിരക്കളിയായിരുന്നു. അവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഓണം എന്നൊക്കെ പറയുമ്പോൾ ആണല്ലോ എല്ലാവരും ഒരുമിച്ചിട്ട് കൂടി ഇരുന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. നമ്മളെന്താ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഓണം നമ്മൾ പയ്യന്നൂരാണെങ്കിൽ മറ്റത്തെ ഓണം പാലക്കാട്, അതേപോലെ വിഷു, എല്ലാ ഫങ്ഷൻസും ഒരു കൊല്ലം ഒരു സ്ഥലത്താണ്, മറ്റേ കൊല്ലം മറ്റേ സ്ഥലത്ത്, അങ്ങനെ കേട്ടോ നമ്മൾ പോവുക. സോ ദാറ്റ് ബോത്ത് ദ പേരൻസ് ആർ ഹാപ്പി ആൻഡ് ദേ ഹാവ് ദ ഗ്രാൻഡ് കിഡ്സ് ടുഗെദർ. അങ്ങനെ നമ്മുടെ പാലക്കാടത്തെ ഓണം ചെറിയ രീതിയിൽ സിമ്പിളായിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.